നമസ്കാരം. മുകുൾസ് ഇന്റർനാഷണൽ ടീമിൻ്റെ ബിസിനസ് പ്രസൻറ്റേഷനിലേക്ക് എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇന്ന് ലോകം COVID-19 എന്ന് പറഞ്ഞ മാരകമായ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മൾ സേഫ് ആയിരിക്കുക, നമ്മുടെ ഒപ്പമുള്ളവരെല്ലാവരും തന്നെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം ഇന്ന് COVID-19 ഇന്ന് വേൾഡ് എക്കണോമിനെ നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നു. വലിയൊരു ക്രൈസിസിലേക്കാണ് ഇന്ന് ലോകം പോകുന്നത്. ഇന്ന് നമുക്കറിയാം ഹെൽത്ത് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഗവൺമെൻറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ നിലവിലെ വരുമാനത്തിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈമിലോട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിൽ ഏത് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ എങ്ങനെ ചെയ്യണം അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ നമുക്കില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു അവസരത്തിലാണ് നമുക്ക് ഇന്ന് ഏറ്റവും നൂതനമായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിരിക്കുന്നുണ്ട് ഈ ചെറിയൊരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിന്ന് ലോകമെമ്പാടും ബിസിനസ് ചെയ്തുകൊണ്ട് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന കമ്പനിയുടെ പേരാണ് Crowd1. ഇമ്പോസിബിൾ ഈസ് നത്തിങ്. യൂബറും എയർബിനും പോലെ തന്നെ സെയിം ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സാണ്. നമുക്കറിയാം സ്വന്തമായൊരു ടാക്സി പോലും ഇല്ലാഞ്ഞിട്ട് പോലും ലോകത്തെ ഏറ്റവും വലിയൊരു ടാക്സി ശൃംഖലയായിട്ട് യൂബറിന് മാറാൻ സാധിച്ചു. സ്വന്തമായ ഒരു ബെഡ് പോലും ഇല്ലാഞ്ഞ അല്ലെങ്കിൽ സ്വന്തമായൊരു ഹോട്ടൽ പോലും ഇല്ലാഞ്ഞിട്ട് പോലും ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലയായിട്ട് Airbnb മാറാൻ സാധിച്ചു. ഇവരെല്ലാവരും തന്നെ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്താണ്. നമ്മളും ഒരു പ്രൊഡക്റ്റ് പോലും സ്വന്തമായി മാനുഫാക്ചർ ചെയ്യുന്നില്ല. മറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റും സർവീസുമാണ് ഇവിടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. 2016 സ്പെയിനിലെ മാൻഡ്രിഡിലാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം 2019 മുതലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 180 രാജ്യങ്ങളിൽ അതിശക്തമായിട്ട് Crowd1 ബിസിനസ് റൺ ചെയ്തു പോകുന്നു. കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ ആൾക്കാരെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയൊരു ക്രൗഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ കമ്പനിയുടെ വിഷയം. ഇന്ന് സക്സസ്ഫുള്ളായിട്ട് ഇന്ന് 1 കോടി ആൾക്കാരാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനിയുടെ പാർട്ടായിരിക്കുന്നത്. വളരെ അഭിമാനത്തോടെ പറയാം, ഇതൊരു വേൾഡ് റെക്കോർഡാണ്. പറയാൻ കാരണം നമുക്കറിയാം ഇവിടെ 10-15 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പോലും 5-10 ലക്ഷം ആൾക്കാരെ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 1 കോടി കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ അത് ഊന്നി കാണിക്കുന്ന ഒരു ഘടകമാണ്. ഇവിടെ കമ്പനിയുടെ സബ് ഓഫീസുകൾ വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗ്, ഫിലിപ്പീൻസിൽ മനില, സ്വീഡനിൽ സ്റ്റോക്ക്ഹോം, സ്പെയിനിൽ മലങ്ക, ഇംഗ്ലണ്ടിൽ ലണ്ടൻ, റീസെൻ്റായിട്ട് UAE ദുബായിൽ, അതുകൂടാതെ തന്നെ ബ്രസീലിൽ റിയോയിലും ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഏതൊരു പ്രൊജക്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോഴും നമുക്കറിയണം അതിൻ്റെ മാനേജ്മെൻറ്റ് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കണമെന്ന്. വളരെ സ്ട്രോങ് ആയിട്ടൊരു മാനേജ്മെൻറ്റാണ് ഇന്ന് Crowd1 അത് നമ്മുടെ കമ്പനിയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ കമ്പനിയുടെ CEO യോഹാൻ സീൽ വോൺ ഹോസ്റ്റൈൽ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സീരിയൽ ഓൺട്രപ്രണറാണ്, അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റാണ്, പബ്ലിക് സ്പീക്കറാണ്, ഓഥറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയാണ് ഐക്കൺ മീഡിയ ലാബ്. .com എന്ന് പറഞ്ഞ ഡൊമൈൻ കണ്ടുപിടിച്ച കമ്പനിയാണ് ഐക്കൺ മീഡിയ ലാബ്. ഐക്കൺ മീഡിയ ലാബിൻ്റെ വൺ ഓഫ് ദി ഫൗണ്ടറാണ് യോഹാൻ സീൽ വോൺ ഹോസ്റ്റൈൻ. അദ്ദേഹത്തിൻ്റെ 3 കമ്പനികളും ഓൾറെഡി $1 ബില്യൺ കമ്പനികളാണ്. സക്സസ്ഫുള്ളി റൺ ചെയ്തു പോകുന്ന പ്രൊജക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പ്രൊജക്റ്റാണ് Crowd1 എന്നുള്ളത്. എടുത്തു പറയുന്ന മറ്റൊരു വ്യക്തിയാണ് ജോനാസ് വെർണർ. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് വൺ വേൾഡ് വൺ Crowd1 എന്നുള്ളത്. ലോകത്തെ എല്ലാ ആൾക്കാരെയും ഒരൊറ്റ കൂടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. 20 വർഷത്തിന് മുകളിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസും അതുകൂടാതെ തന്നെ നെറ്റ്വർക്ക് ഗുരുവാണ് അദ്ദേഹം. എടുത്തു പറയുന്ന മറ്റൊരു വ്യക്തിയാണ് കമ്പനിയുടെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസറായിട്ടുള്ള ജോഹാൻ വെസ്റ്റഡാൽ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലൊന്നായ ഒറീഫ്ലെയിം എന്ന് പറഞ്ഞ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത ആളാണ് ജോഹാൻ വെസ്റ്റഡാൽ. കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടർ ഫ്രെഡറിക് സ്റ്റീൽ വോൺ ഹോസ്റ്റൈൻ. അതുകൂടാതെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എല്ലാം പ്ലാൻ ചെയ്ത് ഇന്ന് 1 കോടി ആൾക്കാരെയും എങ്ങനെ പ്രൊഫഷണലി ഈ ബിസിനസ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് ഡയറക്ടർ പീറ്റർ ജേക്കബ്സൺ. ഞാൻ പറഞ്ഞു ലോകത്തെ എല്ലാ ആൾക്കാരെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുന്നത്. 1940കളിൽ അമേരിക്കയിൽ വന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അത് ഇന്ത്യയിൽ വരികയും 90 കാലഘട്ടങ്ങളിൽ അതിനുശേഷം 2010 നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുക താൽക്കാലികമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രീനെ ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്യാനുണ്ടായത്. അതിനുശേഷം വ്യക്തമായ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നതിന് ശേഷം 2016 ഗവൺമെൻറ് എന്ത് ചെയ്യുക ഈ ഒരു ഇൻഡസ്ട്രീനെ ഇന്ത്യയിൽ അംഗീകരിക്കുകയും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമായ അൺഎംപ്ലോയ്മെൻറ്റിനെയും അണ്ടർ എംപ്ലോയ്മെൻറ്റിനെയും ഇന്ത്യ
ഇന്ത്യയിൽ നിന്ന് തുടച്ചു നോക്കാൻ പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ടൂളായിട്ട് മാറിയിരിക്കുകയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 64,500 കോടി ടേൺ ഓവറിലേക്കാണ് ഈ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മാറാൻ പോകുന്നത്. ഇന്ന് ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി അഷ്യൂർ ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ് ക്രൗഡ് വൺ എന്നുള്ളത്. ഇതൊരു 100% മൊബൈൽ ബിസിനസ്സാണ്. എവിടെ നിന്നും ഏത് സമയത്തും ആർക്കും വളരെ നിമിഷം ഒരു 5 മിനിറ്റ് കൊണ്ട് പ്ലാൻ പറഞ്ഞ് ബിസിനസ് ക്ലോസ് ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. ഇവിടെ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒരുപാട് മേഖലകൾ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരുപാട് മേഖലകൾ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ആ മേഖലകളൊക്കെ ആരൊക്കെ കൈവച്ചിട്ടുണ്ടോ അവരെല്ലാം തന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രികളെല്ലാം, ഇല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും ഗ്രോത്ത് ഉള്ള ഈ ഇൻഡസ്ട്രികളെല്ലാം നമുക്കൊരു പാർട്ടാകാനായിട്ടും അതിൽ നിന്നെല്ലാം ഒരു ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിൽ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ക്രൗഡ് വൺ എന്ന കമ്പനിയുടെ ഒരൊറ്റ പാർട്ടാകുന്നതിലൂടെ നമുക്കിന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികളിൽ നിന്നെല്ലാം അതിൻ്റെ പാർട്ടാകാനായിട്ടും അതിൽ നിന്നെല്ലാം ഒരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അഫിലിയേറ്റഡ് കമ്പനികൾസ്, അത് നമ്മുടെ പാർട്ണർഷിപ്പ് കമ്പനികൾസിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുമാത്രമല്ല അവരിൽ നിന്നെല്ലാം ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. നിലവിൽ 4 കമ്പനികളോട്ടാണ് നമ്മൾ ടൈപ്പ് ആയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ 100 കമ്പനികളോട്ടാണ് ടൈപ്പ് ആകാൻ പോകുന്നത്. ആദ്യത്തെ കമ്പനിയാണ് ലൈഫ് ട്രെൻഡ്സ്, രണ്ടാമത്തത് ഗ്രിഡ് ഹബ്, മൂന്നാമത്തെ അഫിൽഗോ, നാലാമത്തെ മിക്സ്ചർ. ഇങ്ങനെ 4 കമ്പനികളായിട്ട് ഓൾറെഡി നമ്മുടെ കമ്പനി ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ട് എങ്ങനെ ആകും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൺ ഓഫ് ദി അഫിലിയേറ്റഡ് കമ്പനിയായ മൈഗ്രിഡ് ഹബിൻ്റെ എഡ്യൂക്കേഷണൽ പാക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഇനി പഠിച്ചിട്ട്, ശരിയല്ലേ? പക്ഷേ നമ്മുടെ ഡ്രീം അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ടെക്നോളജി, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ടെക്നോളജികളെ പറ്റി അറിയണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പ്യൂർലി അക്കാഡമിക് എഡ്യൂക്കേഷൻ അല്ല, പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ മൈഗ്രിഡ് ഹബ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഡിജിറ്റൽ കറൻസിയെക്കുറിച്ചുള്ള സ്റ്റഡീസ്, ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചുള്ള സ്റ്റഡീസ്, അല്ലെങ്കിൽ ക്രൗഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, മൈൻഡ് പവർ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ വെൽത്ത് ജനറേഷൻ, എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യാം, അങ്ങനത്തെ കോഴ്സുകളാണ് ഇവിടെ നമ്മൾ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 പാക്കേജാണുള്ളത്. 4 പാക്കേജിൽ ഏതെങ്കിലും ഒരു പാക്കേജ് എടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാക്കേജാണ് വൈറ്റ് പാക്കേജ്, സെക്കൻഡ് പാക്കേജ് ബ്ലാക്ക് പാക്കേജ്, തേർഡ് ഗോൾഡ് പാക്കേജ്, ഫോർത്ത് ടൈറ്റാനിയം പാക്കേജ്. 4 പാക്കേജിൽ നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് കമ്പനിയുടെ വിഷനെ പറ്റിയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അഫിലിയേറ്റഡ് കമ്പനികളെ പറ്റിയാണെങ്കിൽ, ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യമാണ്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നേട്ടം, ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് നേട്ടം, നിലവിലെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ ഒരുപടി എനിക്ക് മെച്ചപ്പെടാനായിട്ട് സാധിക്കും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇൻകമാണ് ഫിയർ ഓഫ് ലോസ് ബോണസ്, സെക്കൻഡ് ഇൻകം സ്ട്രീം ലൈൻ ബോണസ്, തേർഡ് ഇൻകം ലോങ് ടൈം റെസിഡൽ ബോണസ്, ഫോർത്ത് ഇൻകം എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസ്, ഫിഫ്ത്ത് ഇൻകം മാച്ചിങ് ബോണസ്, സിക്സ്ത് ഇൻകം കസ്റ്റമർ റെഫറൽ ബോണസ് ആൻഡ് സെവൻത് ഇൻകം ആക്റ്റീവ് യൂസർ പൂൾ. 7 തരത്തിലുള്ള 7 ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകമാണ് നമ്മുടെ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ഇൻകം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഇൻകം എഡ്യൂക്കേഷണൽ പാക്കേജ് സെയിൽസ് ബോണസ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ലെഫ്റ്റിലെയും ഒരു ടീമിനെ, റൈറ്റിലെ ഒരു ടീമിനെയും ബിൽഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബോണസാണ് എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസ്. ലെഫ്റ്റിലെ ടീമിൽ ഒരു വൈറ്റ് പാക്കേജ്, നമ്മുടെ കമ്പനിയുടെ ബേസ് പാക്കേജാണ് വൈറ്റ് പാക്കേജ്. 90 ബിസിനസ് വോളിയം എന്ന് വെച്ചാൽ ഒരു പോയിന്റ് പോലാണ്. 90 ബിസിനസ് വോളിയത്തിൻ്റെ ഒരു വൈറ്റ് പാക്കേജ് എടുത്തുകൊണ്ട് ഒരു വ്യക്തി ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, 90 ബിസിനസ് വോളിയത്തിൻ്റെ ഒരു വൈറ്റ് പാക്കേജ് എടുത്തുകൊണ്ട് ഒരു വ്യക്തി റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അവിടെ നമുക്ക് 1:1 റേഷ്യോയിൽ നമുക്കിവിടെ ഇൻകം ജനറേറ്റ് ആകുന്നു. ഇവിടെ നമ്മൾക്ക് ലെഫ്റ്റിലെ ബിസിനസ്സും റൈറ്റിലെ ബിസിനസ്സും കൂടെ ടോട്ടൽ ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ 10% നമുക്ക് കിട്ടുന്നത്. ഇവിടെ 180 ബിസിനസ് വോളിയത്തിന് 10% €18 നമുക്ക് ലഭിക്കുന്നു. 1:1 മാത്രമല്ല 1:2 ഇവിടെ പ്രൊവൈഡ് ആകുന്നുണ്ട്. അതായത് ലെഫ്റ്റിൽ ഒരു ബിസിനസ്, വൈറ്റ് വോളിയത്തിന് ഒരു ബിസിനസ് നടന്നു, റൈറ്റ് സൈഡിൽ വൈറ്റ് ബിസിനസ് വോളിയത്തിൻ്റെ 2 ബേസ് പാക്കേജ് സെയിൽ നടന്നു. എങ്കിലും ഇവിടെ 1:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നമുക്ക് ഈ 3 ബിസിനസ് വോളിയം കൂടെ ടോട്ടൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ 10% നമുക്ക് ലഭിക്കുന്നു. 1:2 മാത്രമല്ല 1:3 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സെയിൽ, വൈറ്റ് പാക്കേജിൻ്റെ ഒരു സെയിൽ ലെഫ്റ്റിൽ നടക്കുന്നു, വൈറ്റ് പാക്കേജിൻ്റെ 3 സെയിൽ റൈറ്റിൽ നടന്നാലും ഈ ലെഫ്റ്റിലെ ഒരു സെയിലും റൈറ്റിലെ 3 സെയിലും കൂടെ ടോട്ടൽ ആഡ് ചെയ്യും. അതായത് 4 സെയിലിന് ടോട്ടൽ വന്നിട്ട് 360 ബിസിനസ് വോളിയത്തിൻ്റെ 10% €36 നമുക്ക് ലഭിക്കുന്നു. ഇന്ന് ബൈനറി ഇൻകത്തിൽ ഏറ്റവും അധികം, അല്ലെങ്കിൽ ഇത്രയധികം ഹ്യൂജ് പേ ഔട്ട് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് ക്രൗഡ് വൺ എന്നുള്ളത്. നെക്സ്റ്റ് ഒരു ഇൻകമാണ് മാച്ചിങ് ബോണസ്.
മാച്ചിങ് ബോണസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാർ അവർ എത്ര രൂപ ഏൺ ചെയ്യുന്നോ, ലൈഫ് ലോങ് ഏൺ ചെയ്യുന്നോ, ആ ഏൺ ചെയ്യുന്നതിൻ്റെ 10% നമ്മുടെ അക്കൗണ്ടിലോട്ടും ലഭിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇൻകമാണ്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ 4 വ്യക്തികളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവൽ മാച്ചിങ്ങും, നമ്മൾ 8 വ്യക്തികളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെക്കൻഡ് ലെവൽ മാച്ചിങ്ങും, നമ്മൾ 12 വ്യക്തികളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ തേർഡ് ലെവൽ മാച്ചിങ്ങും, നമുക്ക് 16 പേരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോർത്ത് ലെവലും, 20 പേരെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് 5 ലെവലുള്ള മാച്ചിങ് നമുക്ക് ലഭിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഞാനിപ്പോൾ 20 വ്യക്തികളെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ കൊണ്ടുവന്ന 20 ആൾക്കാരുടെയും 10% അവർ എത്ര രൂപ ഏൺ ചെയ്യുന്നു, ഉദാഹരണം ഒരു 36 യൂറോ ഏൺ ചെയ്യുമ്പോൾ ആ 36 യൂറോയുടെ 10% 3.60 ആ സ്പോട്ടിൽ എൻ്റെ അക്കൗണ്ടിലോട്ടും ക്രെഡിറ്റ് ആകുന്നു. 20 വ്യക്തികൾ വഴി ഒരു 100 ആൾക്കാരാണ് സെക്കൻഡ് ലെവൽ വരുന്നതെങ്കിൽ ആ 100 ആൾക്കാർ ഏൺ ചെയ്യുന്നതിന് 10% ആർക്ക് ലഭിക്കും, നമ്മൾക്ക് ലഭിക്കും. 100 ആൾക്കാർ വഴി ഒരു 1000 ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഈ 1000 ആൾക്കാർ ഏൺ ചെയ്യുന്നതിന് 10% നമുക്ക് ലഭിക്കും തേർഡ് ലെവലിൽ. ഈ 1000 ആൾക്കാർ വഴി ഒരു 10,000 ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഫോർത്ത് ലെവൽ വരുന്നെങ്കിൽ ആ 10,000 ആൾക്കാർ എത്ര ഏൺ ചെയ്യുന്നു, ആ ഏൺ ചെയ്യുന്നതിന് 10% ആർക്ക് ലഭിക്കും, നമ്മൾക്ക് ലഭിക്കും. ഈ 10,000 ആൾക്കാർ വഴി 1,00,000 ആൾക്കാരാണ് 5ാമത്തെ ലെവൽ വരുന്നെങ്കിൽ ഈ 5ാമത്തെ ലെവൽ വന്ന 1,00,000 ആൾക്കാരുടെയും അല്ലെങ്കിൽ 4ാമത്തെ ലെവലിലെയും 3ാമത്തെ ലെവലിലെയും 1ാമത്തെയും 2ാമത്തെ എല്ലാം ലെവൽ ഈ ടോട്ടൽ 5 ലെവലുള്ളയും എത്ര ആൾക്കാർ വന്നോ, എത്ര മാൻ പവർ വരുന്നോ അത്രയും ആൾക്കാർ ഏൺ ചെയ്യുന്നതിൻ്റെ 10% വെച്ച് ലൈഫ് ലോങ് നമുക്ക് കിട്ടുന്നൊരു ബ്യൂട്ടിഫുൾ ഇൻകമാണ് മാച്ചിങ് ബോണസ്. അടുത്തൊരു ഇൻകമാണ് സ്പോൺസർ 4% in 14 days. 14 ദിവസത്തിനുള്ളിൽ 4 വ്യക്തികൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എക്സൈറ്റിംഗ് ഓഫറായിട്ടുള്ള ഫിയർ ഓഫ് ലോസിന് എലിജിബിൾ ആവും. 125 യൂറോ മുതൽ 3000 യൂറോ വരെ നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻകമാണ് ഫിയർ ഓഫ് ലോസ് ബോണസ്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 14 ദിവസത്തിനുള്ളിൽ 4 വൈറ്റ് പാക്കേജാണ് നമ്മൾ ടീമിലൂടെ സെയിലാകുന്നതെങ്കിൽ നമുക്ക് 125 യൂറോയും, 4 ബ്ലാക്ക് പാക്കേജ് ആണെങ്കിൽ 375 യൂറോയും, 4 ഗോൾഡ് പാക്കേജ് ആണെങ്കിൽ 1000 യൂറോയും, 4 ടൈറ്റാനിയം പാക്കേജ് ആണെങ്കിൽ 3000 യൂറോയും നമുക്ക് എന്ത് ചെയ്യാം, ഫിയർ ഓഫ് ലോസ് ബോണസ് ആയിട്ട് ലഭിക്കും. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് കമ്പനിയുടെ പാക്കേജ് സെയിൽസ് ബോണസിനെ പറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇൻകംസ് എല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു ഇനി നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഏറ്റവും ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രികളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കമ്പനികളിൽ നിന്നെല്ലാം ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നമ്മൾക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഇൻകംസ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മുടെ അഫിലിയേറ്റഡ് കമ്പനികളിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ഇൻകത്തിനെ പറ്റിയാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കമ്പനിയാണ് അഫിൽഗോ എന്നുള്ളത്. ഇൻ്റർനാഷണൽ ലെവലിൽ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് അഫിൽഗോ എന്നുള്ളത്. പ്ലേ റമ്മി, MPL, Dream11 പോലെ തന്നെ സെയിം ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് അഫിൽഗോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കമോൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമായിട്ട് ടൈ അപ്പ് ആയിരിക്കുന്നു. കെനിയ, ഉഗാണ്ട, നൈജീരിയ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ബെറ്റു എന്ന കമ്പനിയായിട്ടും മെക്സിക്കോയിൽ കൊഡോർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ടും ടൈ അപ്പ് ആയിരിക്കുന്നു. നെക്സ്റ്റ് ഒരു അഫിലിയേറ്റ് കമ്പനിയാണ് ലൈഫ് ട്രെൻഡ്സ് എന്നുള്ളത്. 20 മില്യൺ മുകളിൽ ഹോട്ടൽസുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ടുള്ള 1 ഹോട്ടൽ ശൃംഖലയാണ്. ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയാണ് ലൈഫ് ട്രെൻഡ്സ്. നമുക്ക് ഒരു ക്രൗഡ് റൂം മെമ്പറിന് ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് നമ്മുടെ തൊട്ടടുത്ത ഹോട്ടൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അത് ബുക്ക് ചെയ്യാം. അതിൻ്റെ സർവീസുകളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നവരുടെ ഒരു ബോണസ് എന്ത് ചെയ്യുക, ലൈഫ് ട്രെൻഡ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു കമ്പനിയാണ് മിക്സ്ചർ എന്നുള്ളത്. ഇൻ്റർനാഷണൽ ലെവൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് മിക്സ്ചർ എന്നുള്ളത്. സോ ഈ അഫിലിയേറ്റഡ് കമ്പനികളിൽ നിന്നെല്ലാം നമ്മൾക്ക് എങ്ങനെ വരുമാനം ലഭിക്കുന്നു വെച്ചാൽ ഈ അഫിലിയേറ്റഡ് കമ്പനീസിൽ നിന്നെല്ലാം കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 20% കമ്പനി റണ്ണിങ് കോസ്റ്റിന് എടുക്കുമ്പോൾ ബാക്കി 80% ഇവിടെ ക്രൗഡ് ഫണ്ട് മെമ്പേഴ്സിന് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആ 80%-ൽ 40% പോകുന്നത് ലോങ് ടേം റെസിഡ്യൽ ഇൻകത്തിലോട്ടും ബാക്കി 40% പോകുന്നത് സ്ട്രീം ലൈൻ ബോണസിലോട്ടുമാണ് പോകുന്നത്. ലോങ് ടേം റെസിഡ്യൽ ഇൻകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് കമ്പനിയുടെ 40% പോകുന്ന ലോങ് ടേം റെസിഡ്യൽ ഇൻകത്തിലോട്ടാണ്. നമ്മൾ ഏത് റാങ്കിലാണോ കമ്പനിയിൽ നിൽക്കുന്നത് ആ റാങ്കിലേക്ക് എല്ലാ മാസവും ഒരു സാലറി പോലെ നമുക്ക് കിട്ടാൻ പോകുന്ന കമ്പനി 40% ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആ സാലറി പോലെ എല്ലാ മാസവും കിട്ടുന്ന ഒരു ഇൻകമാണ് ലോങ് ടേം റെസിഡ്യൽ ബോണസ് എന്നുള്ളത്. ഇന്ന് ലോങ് ടേം റെസിഡ്യൽ ബോണസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ക്രൗഡ് വൺ എന്നുള്ളത്. അടുത്തൊരു ഇൻകമാണ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻകമാണ് സ്ട്രീം ലൈൻ കമ്പനിയുടെ ബോണസായ സ്ട്രീം ലൈൻ ബോണസ്. ഈ സ്ലൈഡിൽ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ബോണസ് എവർ വെയർ യു വിൽ ബി ഏബിൾ ടു ഏൺ ക്രൗഡ് ഫണ്ട് റിവാർഡ്സ് ജസ്റ്റ് ബൈ ജോയിനിങ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ബോണസാണ് C1 റിവാർഡ് അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ബോണസ് എന്നുള്ളത്. ഞാൻ പറഞ്ഞ 7 തരത്തിലുള്ള വരുമാനം വരുന്നത് നമ്മുടെ മെയിൻ അക്കൗണ്ടിലോട്ടാണെങ്കിൽ കമ്പനി ഒരു റിവാർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ബിസിനസ് പോലും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രൊമോട്ട് പോലും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാ വീക്കും 2.5 യൂറോയ്ക്ക് തുല്യമായിട്ടുള്ളൊരു റിവാർഡ് പോയിന്റ് നമ്മുടെ റിവാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നു. കമ്പനി നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിന്റിന് 2 യൂറോ ആണ് വിലയുള്ളത്. 2.5 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 1.25 പോയിന്റ് എല്ലാ വീക്കും നമ്മുടെ റിവാർഡ് അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ എല്ലാ വീക്കും 2.5 എന്നുള്ളത് 5 യൂറോയ്ക്ക് തുല്യമായിട്ടുള്ള റിവാർഡ് പോയിന്റ് കയറുന്നു. 2 വ്യക്തികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 7.5 യൂറോയ്ക്ക് തുല്യമായിട്ടുള്ള റിവാർഡ് പോയിന്റും, 3 വ്യക്തികൾ ഇൻട്രൊഡ്യൂസ് ആണെങ്കിൽ 10 യൂറോയ്ക്ക് തുല്യമായിട്ടുള്ള റിവാർഡ് പോയിന്റും അങ്ങനെ ഇൻക്രീസ് ആയിട്ട് ലൈഫ് ലോങ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ 3 മാസവും നമ്മുടെ റിവാർഡ് അക്കൗണ്ടിൽ ടോട്ടൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര പോയിന്റ് ഉണ്ടോ, കമ്പനിയുടെ 40% ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ആ 40% നമ്മുടെ കയ്യിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിനനുസരിച്ചുള്ള ഡിവിഡൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇൻകമാണ്. ഇത് വൈറ്റ് പാക്കേജാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 99 യൂറോയാണ് വൈറ്റ് പാക്കേജിന്, ബ്ലാക്ക് പാക്കേജിന് 299 യൂറോയും, ടൈറ്റാനിയം പാക്കേജിന് 799 യൂറോയും, ടൈറ്റാനിയം പാക്കേജിന് 2499 യൂറോയും വരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 99 യൂറോയുടെ വൈറ്റ് പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി 100 യൂറോയ്ക്ക് തുല്യമായിട്ടുള്ളൊരു റിവാർഡ് പോയിന്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തരും. ഏകദേശം 50 പോയിന്റ് ഫ്രീ ആയിട്ട് തരും. നമ്മളൊരു ബിസിനസ് പോലും ചെയ്തില്ലെങ്കിലും 1.25 പോയിന്റ് കയറിക്കൊണ്ടിരിക്കും എല്ലാ വീക്കും. ഇപ്പോൾ ഈ വീക്ക് 50 പോയിന്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച 51.25, അതിനടുത്ത ആഴ്ച 52.5, അതിനടുത്ത ആഴ്ച 53.25, ഇങ്ങനെ ലൈഫ് ലോങ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. എവറി ക്വാർട്ടർലി അല്ലെങ്കിൽ എല്ലാ 3 മാസവും കമ്പനി എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 40% നമ്മുടെ പോയിന്റ് അനുസരിച്ച് നമുക്ക് എല്ലാ 3 മാസവും ഡിവൈഡ് ചെയ്യുന്ന ഇൻകമാണ് സ്ട്രീം ലൈൻ ബോണസ് എന്നുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ മിക്ക വ്യക്തികളടുത്ത് പറയുമ്പോഴും അതിൽ ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ഈ ഒരു ഇൻകമൊക്കെ നിങ്ങൾക്ക് എല്ലാ കാലവും കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്താണ് ഇതിന് കമ്പനി എത്ര സെക്യൂർ ആയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെയും ഇത് കൊടുക്കും എന്നുള്ള എന്തൊരു ഉറപ്പുണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമ്മുടെ കമ്പനി ബ്ലോക്ക് ചെയിൻ ERC-20 സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് തരുന്ന ഇൻകത്തിനെയും അല്ലെങ്കിൽ അഫിലിയേറ്റ് കമ്പനിയായിട്ട് സൈൻ ചെയ്തിരിക്കുന്നതെല്ലാം ബ്ലോക്ക് ചെയിൻ കോൺട്രാക്ട് ബേസ് ചെയ്താണ്. ഇത് ഏറ്റവും നൂതനമായിട്ടുള്ള ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തൊരു ഡിജിറ്റൽ കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തൊക്കെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലൊരു ചേഞ്ച് വരുത്താനായിട്ട് കമ്പനിക്ക് പോലും സാധിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് കമ്പനിക്ക് പോലും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. അത്രയ്ക്കും സെക്യൂറും സിമ്പിളുമായിട്ടുള്ളൊരു ഡിജിറ്റൽ കോൺട്രാക്റ്റാണ് ബ്ലോക്ക് ചെയിൻ കോൺട്രാക്റ്റ് എന്നുള്ളത്. നമുക്ക് പേയ്മെൻറ്റ് ഏത് രീതിയിലും ചെയ്യാം. നോർമൽ വിസ പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി ഉണ്ടെങ്കിൽ ബിറ്റ് കോയിനിലോ ഏത് രീതിയിലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ബാങ്ക് ട്രാൻസ്ഫറിലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ കമ്പനിയുടെ പ്രൊഫൈൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കമ്പനിയുടെ വിഷനെ പറ്റി പറഞ്ഞു, അഫിലിയേറ്റ് കമ്പനികളെ പറ്റി പറഞ്ഞു, 7 തരത്തിലുള്ള വരുമാനത്തെ പറ്റി പറഞ്ഞു. സോ തീരുമാനം നിങ്ങളുടെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയൊരു മുറിയിൽ ആ ചെറിയൊരു സ്പേസിൽ ഇരുന്നുകൊണ്ട് തന്നെ ലോകമെമ്പാടും ബിസിനസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ഏതൊക്കെയുണ്ടോ ആ സ്വപ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ എല്ലാവർക്കും തന്നെ നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ, ക്രൗഡ് റണ്ണിലൂടെ വൻ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സെഷൻ ക്ലോസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.